അടിക്കാനൊന്നും അറിയത്തില്ലെന്ന് നിനക്കറിയത്തില്ലേ? ഇപ്പൊ നമ്മൾ വാശി കാണിക്കുന്ന ടൈമല്ല, നമുക്ക് ഫസ്റ്റ് അടിക്കണ്ടേ? ഫസ്റ്റ് അടിക്കണമെന്ന് ആഗ്രഹമുണ്ട് കല്ലു. ബട്ട് ഫ്രൂട്ട്സ് അറേഞ്ച്മെന്റിൽ നമുക്ക് ഒരു മാർക്കും കിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നേ. അതെന്താ ലില്ലി കൊച്ചു നീ അങ്ങനെ പറഞ്ഞേ? നീ പാൽക്കുടിന്റെ ടേബിളിലേക്ക് നോക്ക്. വൗ, എന്നാ സൂപ്പറാ! ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ഫ്രൂട്ട്സ് അറേഞ്ച് വെച്ചിരിക്കുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടേയില്ല. ഞാനോ? എന്നാ ക്രിയേറ്റിവിറ്റിയാ! ആ പാൽക്കുടി ടീം അടിപൊളിയാ. നമ്മളതാണെങ്കിൽ ഒരു ലൊട്ടിലൊടുത്ത ഗ്രൂപ്പും. ആ ഗ്രൂപ്പിൽ അയാൾ മതിയായിരുന്നു. ലില്ലി കൊച്ചേ, എന്താ നീ പറഞ്ഞേ? എന്താ പറഞ്ഞത്? സോറി കല്ലു, അറിയാതെ പറഞ്ഞു പോയതാ. കല്ലുവിന്റെ ഗ്രൂപ്പ് ലൊട്ടിലൊടുത്ത ഗ്രൂപ്പാണല്ലേ? എന്നാ രണ്ടുപേരും പാൽക്കുടിയുടെ ടീമിലേക്ക് പോയിക്കോ, എനിക്ക് ആരും വേണ്ട. രണ്ടുപേരോടും പോവാനല്ലേ പറഞ്ഞേ? കല്ലു, ഞങ്ങൾ അറിയാതെ പറഞ്ഞു പോയതാടി. ഡോണ്ട് വറി കല്ലു, നിന്റെ കൂടെ ഞങ്ങൾ കട്ടക്ക് തന്നെ ഉണ്ടാകും. സൂരജ് ഒന്ന് വേഗാവട്ടെ, നമുക്ക് എല്ലാവർക്കും അടിപൊളിയായിട്ട് ഫ്രൂട്ട്സ് അറേഞ്ച് ചെയ്യണേ. ഓക്കട മുത്തേ, അത് വേണ്ട മുത്തേ നിലവിടി വേണ്ടട്ടാ. നീ അത് കാര്യാക്കി എടുത്തോ. ഞാൻ കൊളോക്കിയലായിട്ട് പറഞ്ഞതല്ലേ, വല്ലാതങ്ങ് കൊളാക്കണ്ട. എന്താ പ്രശ്നം? അത് പിന്നെ ശിവ, അവനെങ്ങനെയാ ഫ്രൂട്ട്സ് കട്ട് ചെയ്യണ്ടേന്ന് ചോദിച്ചതാ. ഓ അതാണോ? ശിവ എന്താ രാഹുൽ? നോക്ക്, ഇങ്ങനെ ഫ്രൂട്ട്സ് അറേഞ്ച് ചെയ്താൽ മതിയോ? ലവ് ഷേപ്പിൽ അറേഞ്ച് ചെയ്തത് അടിപൊളിയായിട്ടുണ്ട് മച്ചാ. താങ്ക് യു സായ്. പക്ഷെ ഗ്രൂപ്പ് ലീഡർ ശിവയല്ലേ, അവൾക്ക് ഞാൻ അറേഞ്ച് ചെയ്ത് ഇഷ്ടായോന്ന് അറിയത്തില്ലല്ലോ. ശിവ, നിനക്ക് ഇഷ്ടായോ? അവൾക്ക് എന്തായാലും ഇഷ്ടപ്പെടൂടാ, അത് അവള് പറയട്ടെന്നേ. എനിക്ക് ഇഷ്ടായില്ല. ശിവ, അത് കൊള്ളാലോ, പിന്നെന്താ ഇഷ്ടായില്ലെന്ന് പറഞ്ഞേ? ഈ രാഹുലിനോട് എന്ത് അറേഞ്ച് ചെയ്യാൻ പറഞ്ഞാലും ഹേർഷിപ്പ് മാത്രം അറേഞ്ച് ചെയ്യത്തുള്ളൂ. ഈ ലോകത്ത് ഹേർഷിപ്പ് മാത്രമല്ലോ, വേറെ എന്തോരം ഡിസൈൻസ് ഉണ്ട്. അങ്ങോട്ട് നോക്കിയേ, പാർക്കുടിയുടെ ടീം എന്ത് ഭംഗിയാ ഫ്രൂട്ട്സ് വെച്ചേക്കുന്നേ. വൗ, സൂപ്പർ ആയിട്ടുണ്ട്. എടാ മച്ചാ, നമുക്ക് ഈ ഹെയർ ഷേപ്പ് ഒന്നും വേണ്ട, അങ്ങനെ ചെയ്യടാ. ശിവക്ക് ഇഷ്ടായില്ലെങ്കിൽ വേണ്ട, നമുക്ക് വെറൈറ്റി പിടിക്കാനേ. ഞാൻ പറയുന്ന ഫ്രൂട്ട്സ് ഒക്കെ എടുത്ത് തന്നെ ഞാനൊരു അടിപൊളി ഐറ്റം ഉണ്ടാക്കി തരാം. എല്ലാവരും നല്ല ഉത്സാഹത്തിലൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. ഇതുപോലുള്ള ഫംഗ്ഷൻസ് ഒക്കെ വരുമ്പോഴേ നമ്മുടെ സ്കൂളിലെ പിള്ളേര് ബഹുമെടുക്കരാ. ഏയ് വേണ്ട ടീച്ചറെ, ഞങ്ങൾക്ക് എല്ലാവർക്കും നോമ്പാണേ. തിലോത്തമയുടെ ഫംഗ്ഷന് വിളിച്ചപ്പോ തന്നെ പറഞ്ഞായിരുന്നു, ഇന്നത്തെ ദിവസേ ഇവിടുത്തെ ടീച്ചേഴ്സും സ്റ്റുഡൻസും പേരൻസ് എല്ലാവരും നോമ്പെടുക്കുന്നുണ്ടെന്ന്. മതസൗഹാർദ്ദത്തിന്റെ ഭാഗമായി അപ്പൊ ഞങ്ങൾ അങ്ങ് നോമ്പ് പിടിച്ചു. പ്രിൻസിപ്പൽ മാഡം, ഈ ഫംഗ്ഷനെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, അടുത്ത കൊല്ലം ഇതുപോലെ തന്നെ നടത്തിയേക്കണേ. ശരി സാറേ. നിന്റെ മാത്രം എനിമയല്ല, എന്റെയും കൂടി എനിമിയാ. അവൾ എന്നെ ഈ സ്കൂളിന് പുറത്താക്കിയതും ഞാൻ മറന്നിട്ടില്ല കല്ലു. എന്നെ ചാക്കിലാക്കിയതും ഞാൻ മറന്നിട്ടില്ല. പാറക്കല്ലു, ആ പാറക്കുട്ടിയെ ടീമിനെ തോൽപ്പിക്കാൻ ഞങ്ങൾ എന്താ ചെയ്യട്ടെ? അവരുടെ ഫ്രൂട്ട്സ് അറേഞ്ച്മെന്റ് നമുക്ക് കോളമാക്കണം. ഹൗ കല്ലു, ഹൗ? ഇറ്റ്സ് ഇംപോസിബിൾ. ഇംപോസിബിൾ ആയിട്ട് പോസിബിൾ ആക്കുന്നവളാണ് കല്ലു. നെക്സ്റ്റ് ബെല്ല് കേൾക്കുമ്പോൾ നമ്മൾ സ്നാക്സ് വാങ്ങാൻ വേണ്ടേ നമ്മുടെ മമ്മിയുടെ അടുത്തേക്ക് പോണ്ടേ? നമ്മൾ എങ്ങനെയാ പോകുന്നേ? ആ പാറക്കുട്ടിന്റെ ഗ്രൂപ്പിന്റെ മുന്നിലൂടെയല്ലേ? നീ എന്താ പറഞ്ഞു വരുന്നത് കല്ലു? അത് തന്നെ ലിലി കൊച്ചേ, നമ്മൾ ആ വഴി പോകുമ്പോഴേ അവരുടെ ടേബിൾ അങ്ങ് മറിച്ചിട്ടാലോ? അവരുടെ എല്ലാം അങ്ങ് തകർന്നടിയുന്നേ. സൂപ്പർ ഐഡിയ കല്ലു, സൂപ്പർ ഐഡിയ. പിന്നെ പാറക്കുട്ടിന്റെ ടീമിനെ കരച്ചിൽ നമുക്ക് കാണാലോ. നീ എന്ത് സ്പെഷ്യലാ കൊണ്ടുവന്നേക്കുന്നേ? ഞാൻ വെറൈറ്റി ചൈനീസ് ഫുഡ് ഐറ്റംസാ. അതൊക്കെ ഉണ്ടാക്കാൻ നിനക്ക് അറിയോടി? പിന്നെ ഞാൻ അതിലേക്ക് എക്സ്പേർട്ട് അല്ലേ, എക്സ്പേർട്ട്. എടി പ്ലീസ്, ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നോ നോ നോ, ഇപ്പൊ പറ്റത്തില്ല, എല്ലാവരും ടേസ്റ്റ് ചെയ്യല്ലോ, അപ്പൊ നമുക്ക് ഒന്നിച്ച് ടേസ്റ്റ് ചെയ്യാമേ. നീ എന്താ കൊണ്ടുവന്നേക്കുന്നേ? ഞാനോ ഉണ്ണിയപ്പം ചിക്കൻ കട്ട്ലറ്റും. ഇതൊക്കെ ഔട്ട് ഓഫ് ഫാഷൻ അല്ലേ? നിനക്ക് വെസ്റ്റേൺ ഫുഡ് ട്രൈ ചെയ്തൂടായിരുന്നോ? എനിക്കതൊന്നും ഉണ്ടാക്കാൻ അറിയത്തില്ലടി, നീ ഒന്ന് പഠിപ്പിച്ചു തരണേ. ഓ ഷുവർ, നീ ഒരു ദിവസം വീട്ടിലേക്ക് വന്നാൽ മതി, ഞാൻ എല്ലാം പഠിപ്പിച്ചു തരാനേ. ആ നീല ഉഷ സൈനോട് ഇങ്ങോട്ട് വരുന്നുണ്ട്. നിങ്ങൾ കയ്യും വീശിയാണോ വന്നേക്കുന്നേ? കയ്യിൽ പാത്രമൊന്നും കാണുന്നില്ലല്ലോ. ഞങ്ങൾ കയ്യും വീശിട്ടൊന്നല്ല വന്നിട്ടുള്ളത്, ഞങ്ങൾ കുറെ പലഹാരങ്ങൾ കൊടുത്തിട്ടുണ്ടേ. എന്നിട്ട് എവിടെ? ഞങ്ങൾ കണ്ടില്ലല്ലോ. കയ്യിൽ പിടിച്ച് നടക്കണല്ലോ എന്ന് വിചാരിച്ചിട്ട് അവിടെ ടേബിൾ ഉണ്ട്, അവിടെ വെച്ചേക്കുവാ. ഓ അത് ശരി. എന്താ ലക്ഷ്യ പറ്റിയേ? സിനിമ ഇവിടുന്ന് വല്ലാത്തൊരു മണം. നിനക്ക് തോന്നിയതാക്കരുപേട്ടെ. അല്ല സത്യമായിട്ടില്ല സിനിമ, ഒന്ന് ഇവിടുന്ന് മണത്തോക്കേ. ഈ
സ്മെല്ല്. അപ്പൊ കുറച്ച് മാറുന്നാണേ. ഓ അതാണോ? പ്രിൻസിപ്പൽ ആന്റി പറഞ്ഞായിരുന്നു ഇവിടുത്തെ അഴുക്ക് പൈപ്പ് പൊട്ടിയിട്ടുണ്ടെന്ന്. ഇന്ന് ഓൾക്ക് അഴുക്ക് പൈപ്പ് ഒക്കെ പൊട്ടി ശരിയാക്കിട്ട് പോയി ഈ ഫംഗ്ഷനൊക്കെ വെക്കുക. എങ്ങനെയാ മനുഷ്യന്മാർ ഈ മണം സഹിച്ചോട് നിൽക്കണമെന്ന് അറിയില്ലല്ലോ. എടി പാറക്കുട്ടി, കല്ലും ടീമും നമ്മളെ നോക്കണോക്ക്. കല്ല് മേഡം, ദേ പാറക്കുട്ടി നമ്മളെ വിളിക്കുന്നു. എന്നെ ഹാപ്പി ആവട്ടെ. കല്ല് മേഡം, നിങ്ങൾ പണി കഴിഞ്ഞോ? ഞങ്ങളുടെ ഗ്രൂപ്പിന്റെ കാര്യം നീ നോക്കണ്ട, ഞങ്ങൾ നോക്കിക്കോളാം. എല്ലാരും കൂടി ചേർത്ത് ചിരിക്കുന്ന കണ്ടില്ലേ? നമ്മളെ കളിയാക്കോടി. എനിക്ക് മനസ്സിലായി, അവരുടെ ചിരിയൊക്കെ മാറ്റി കൊടുക്കുന്നുണ്ട്. ഞങ്ങളുടെ ഫ്രൂട്ട്സ് അറേഞ്ച്മെന്റ് എങ്ങനെയുണ്ട്? അയ്യേ, ഇതോ ഒരു രസമില്ല. ഇതൊക്കെ ഓൾഡ് ഫാഷൻ അല്ലേ? ഇതിനേക്കാൾ അടിപൊളിയായിട്ട് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നേ. നമുക്കതിന് ഫ്രൂട്ട് കട്ട് ചെയ്യാൻ പോലും അറിയത്തില്ലല്ലോ കല്ലു. മിണ്ടാതിരി, ചുമ്മാ ഒരു പഞ്ചിന് പറഞ്ഞതാ. ഒട്ടും അസൂയയില്ലല്ലേ? പാർക്കുട്ടി, എന്റെ കളിയാക്കാൻ വരല്ലേ? ഞാൻ ആരാണെന്ന് നിനക്ക് അറിയത്തില്ല. കളിപ്പാവല്ലേ, കളിപ്പാവല്ലേ. കളിപ്പത്തി പെണ്ണേ, കല്ലുമോളെ, നിന്നെ കാണാൻ എന്നെ ക്യൂട്ടാ. കളിപ്പത്തി പെണ്ണേ, കല്ലുമോളെ, നിന്നെ കാണാൻ എന്നെ ക്യൂട്ടാ. അവളുടെ ഒരു പാട്ട്. പാർക്കുട്ടിയെ, കല്ലുമേടത്തിന് പാട്ട് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. അയ്യോ, കല്ലുമേടത്തിന് ഇഷ്ടമല്ലേ? ഇനി ഞങ്ങൾ വേറെ പാട്ട് പാടാലോ. കരളേ, കരളിന്റെ കരളേ, എന്നോടൊന്ന് ചിരിക്കൂ. Come on guys. എന്നോടൊന്ന് ചിരിക്കൂ. കല്ലുമേടത്ത് ചിരിക്കാത്തെ? ഓ, ആയിക്കോട്ടെ ആയിക്കോട്ടെ, നിങ്ങൾ തന്നെ ഫസ്റ്റ് അടിച്ചോ. കല്ലു അങ്ങോട്ട് നോക്കണ്ട. നമ്മൾ ഒരു പണി നടക്കാതിരിക്കാൻ വേണ്ടിട്ടാ അവർ നമ്മളെ കളിയാക്കിക്കൊണ്ടിരിക്കുന്നേ. ദേ അങ്ങോട്ടൊക്കെ നോക്കി, എല്ലാ ഗ്രൂപ്പിലെയും ഫ്രൂട്ട് കട്ടിങ് കഴിഞ്ഞു. നമ്മൾ മാത്രം ഒന്നും ചെയ്യാതെ എല്ലാവരും വേഗം ഫ്രൂട്ട് കട്ട് ചെയ്യേ. ഓക്കേ ലിലി കൊച്ചേ. ആ തുമ്പിമോൾ ഉണ്ടായിരുന്നെങ്കിൽ ഇതെല്ലാം അവളെ കൊണ്ട് ചെയ്യിപ്പിക്കായിരുന്നു. ശരിയാ, അവൾക്ക് ഫ്രൂട്ട്സ് കൊണ്ട് നല്ല ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ടാക്കാൻ അറിയാം. എന്നാൽ ഇതൊക്കെ എങ്ങനെ കട്ട് ചെയ്യുന്നേ? എങ്ങനെയെങ്കിലും ഒന്ന് കട്ട് ചെയ്യൂ, എനിക്ക് ആ പ്ലേറ്റിലേക്ക് ഇട്ടാ മതി. അമ്മ നോക്കമ്മ, നമ്മുടെ പാർക്കുടി ടീം അടിപൊളിയായിട്ട് ചെയ്യുന്നേ. എടി നീല നോക്കണേ, ഓൾ എന്ത് സ്പീഡിലാണ് ചെയ്യുന്നത്. ദേ തുമ്പിമോൾ തണ്ണിമത്തം കൊണ്ട് ഫ്ലവർ ഉണ്ടാക്കണോക്കെ. വൗ, നൈസ് ആയിട്ടുണ്ട്. അങ്ങോട്ട് നോക്കണേ ലജസേ, പാർക്കുടി ഫ്രൂട്ട്സ് കൊണ്ട് ഈത്തപ്പഴം ഉണ്ടാക്കണേ. നമ്മുടെ മക്കൾക്ക് ഇത്ര കഴിവൊക്കെ ഉണ്ടായിരുന്നു നീലോ. ഞാനും തന്നെ ആലോചിക്കണേ പക്ഷേ നമ്മുടെ പിള്ളേർക്ക് കുരുത്തക്കേട് മാത്രമുള്ളൂ ഞാൻ ഇത്രയും കാലം വിചാരിച്ചിരുന്നേ. അവരുടെ ഉള്ളിൽ ഇത്രയും കഴിവുണ്ടെന്നേ ഇപ്പഴാ മനസ്സിലായേ. സൂസു, നമ്മുടെ പിള്ളേര് ചുമ്മാ നോക്കി നിൽക്കുവാണല്ലോ. ആ പാറക്കുടി ടീം എന്നെ അടിപൊളിയായിട്ട് ചെയ്യുന്നേ. ചേടാ, ഇവിടെ എന്നെ നാണം കെടുത്തുന്ന തോന്നുന്നേ. വെറുതെ നോക്കി നിൽക്കാതെ അവർക്ക് ഫ്രൂട്ട്സ് കൊണ്ട് വല്ല ഫ്ലവേഴ്സോ ഈത്തപ്പഴമരൊക്കെ ഉണ്ടാക്കിക്കൂടെ? നല്ല കഥ. അവർക്ക് നേരാവണ്ണം ഒന്ന് ഫ്രൂട്ട് കട്ട് ചെയ്യാൻ പോലും അറിയത്തില്ല, പിന്നെ ഈത്തപ്പഴമരം ഉണ്ടാക്കാൻ പോകുന്നേ. ഇങ്ങനെ പോയ ഫ്രൂട്ട്സ് അറേഞ്ച്മെന്റിൽ പാറക്കുട്ടി ടീം തന്നെ വിജയിക്കുന്ന തോന്നുന്നേ. പാറക്കുട്ടി, പാറക്കുട്ടി, പാറക്കുട്ടി. ശിവമോളെ ഗ്രൂപ്പ് നന്നായിട്ട് ചെയ്യണ്ടല്ലോ. സുലൈമാന്റെ ഗ്രൂപ്പ് എവിടെയെന്നാവോ? ഓനെ കണ്ടില്ലല്ലോ. ദേ സൈനുമ, ദേ അറ്റത്ത് നിൽപ്പുണ്ട്. ഓന്റെ ഗ്രൂപ്പ് ഒന്ന് തുടങ്ങിയിട്ട് പോലില്ലല്ലോ. ശിവ, ഇത് എപ്പടി ഇരിക്ക്? അടിപൊളി, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഹൗ, ഇപ്പഴൊരു ആശ്വാസയേ. ഇപ്പോഴെങ്കിലും ഇഷ്ടായിന്ന് പറഞ്ഞല്ലോ. അടിപൊളി മച്ചാ, നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുണ്ട്. താങ്ക് യുടാ. കള്ളു, ഇത് നോർമൽ ഫ്രൂട്ട് കട്ടിംഗ് അല്ലേ? ഇതിൽ ക്രിയേറ്റിവിറ്റി ഒന്നും ഇല്ലാത്തോണ്ടേ നമുക്ക് ഫസ്റ്റ് കിട്ടുമെന്ന് തോന്നുന്നില്ല. നിനക്ക് ക്രിയേറ്റിവിറ്റി വേണ്ടത്, അത് ഞാൻ ശരിയാക്കി തരാനേ. ഹൗ കള്ളു ഹൗ? അതൊക്കെയുണ്ട് ജോലി. മാഡം 5 മിനിറ്റ് കഴിഞ്ഞു. സ്നാക്സ് അറേഞ്ച് ചെയ്യാനുള്ള ബെല്ലടിക്കാൻ പറഞ്ഞോട്ടെ. പറഞ്ഞോളൂ ദിവ്യ മിസ്സേ. രാജേഷ്, നെക്സ്റ്റ് ബെല്ലടിച്ചോളൂ. സ്റ്റുഡന്റ്സ് എല്ലാവരും ശ്രദ്ധിക്കൂ. പാറക്കുട്ടി, ചൈനീസ് മെനു എപ്പോൾ നടക്കുക? ഇപ്പോൾ നടക്കും പിന്നുമോളെ. ഐ ആം വെയിറ്റിംഗ്. പാറക്കുട്ടി ബെല്ലടിച്ചു. ദേ എല്ലാവരോടും അങ്ങോട്ട് ശ്രദ്ധിക്കാൻ. കല്ലു, എല്ലാവരോടും അങ്ങോട്ട് ശ്രദ്ധിക്കാൻ. ഇനി നിങ്ങളുടെ സ്നാക്സ് അറേഞ്ച് ചെയ്യാനുള്ള ടൈമാണ്. എല്ലാവരും നിങ്ങളുടെ അമ്മമാരിൽ നിന്നും സ്നാക്സ് കളക്ട് ചെയ്യൂട്ടോ. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണേ. നമ്മുടെ VIP ഗസ്റ്റ് മാർക്ക് ഇടാൻ വരുമ്പോൾ മാത്രമേ അത് ഓപ്പൺ ആക്കാൻ പാടുള്ളൂ. ആരെങ്കിലും ഓപ്പൺ ആക്കി നോക്കിയാലേ അവർക്ക് നെഗറ്റീവ് മാർക്ക് വരൂട്ടോ. ജൂലി, ലിലി, ഇത് തന്നെ പറ്റിയ അവസരം. ബെല്ല് കേൾക്കുമ്പോഴേ വേഗം സ്നാക്സ് വാങ്ങാൻ ഓടിക്കോണം. ആ പാർക്കുടി ടീം എല്ലാവരും ഓടും. ആ സമയത്ത് അവിടെ ആരും ഉണ്ടാവത്തില്ല. ആ ടൈമിൽ നമുക്ക് നമ്മുടെ പണി ഒപ്പിച്ചേ പറ്റൂ. ഓക്കേ കല്ലു. ബെല്ലടിച്ച് ഓടിക്കോ. പാർക്കുട്ടി, നീ എന്നെ കളിയാക്കില്ലേ? കാണിച്ചു തരാട്ടോ. ഓക്കേ, എല്ലാവരും സ്റ്റാർട്ട് ചെയ്തോളൂ. വേഗാവട്ടെ വേഗാവട്ടെ, ഇനി 10 മിനിറ്റ് ടൈം ഉള്ളൂ. ബെല്ലടിച്ചു വാ, നമുക്ക് സ്നാക്സ് അറേഞ്ച് ചെയ്യാം. ഇങ്ങനെ പോയാ മതി, ഞാൻ ഇവിടെ തന്നെ നിൽക്കട്ടാ. ആ കല്ലുടെ ടീമിന് നമ്മുടെ ഫ്രൂട്ട്സിന്റെ മേലെ കണ്ണുണ്ട്. ഓലക്കാരെ ഇതൊക്കെ തട്ടിപ്പറിച്ചാലോ? നിങ്ങൾ മാത്രം പോയിക്കോ. ഓക്കേ അമ്മുക്കുട്ടി, എല്ലാം നോക്കിക്കോണേ. ഐ നമ്മളെ ഏറ്റു. അമ്മുക്കുട്ടി, തുമ്പിമോളെ വായോ. ആർക്കുട്ടി ധൈര്യമായിട്ട് പോയിക്കോ, ഞങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ട്. ഞാനും. അമ്മ ബെല്ലടിച്ചു. സ്നാക്സ് വാങ്ങാൻ പാർക്കുട്ടി ഇപ്പോ വരാം. ലച്ചു, നീ പോയിട്ട് വേഗം എടുത്തോണ്ട് വന്നേ. ഗയ്സ്, കം ഓൺ. ആ പാർക്കുട്ടി അമ്മുക്കുട്ടി തുമ്പിമോളെ സ്നാക്സ് വാങ്ങാൻ പോയേക്കുവാ. ഇത് തന്നെ നമുക്ക് പറ്റിയ അവസരം. ആ പാർക്കുട്ടി വരുന്നതിന് മുന്നേ ഈ ടേബിളിൽ നമുക്ക് മറിച്ചിടണം. ഓക്കേ കല്ലു, അത് ഞങ്ങൾ ഏറ്റു.